നിലമ്പൂർ എടക്കരയിൽ DRI പിടികൂടിയ ആനക്കൊമ്പുകൾ കരുളായി ഉൾവനത്തിൽ നിന്ന് ലഭിച്ചത്. കടയുടമ മുഹമ്മദ് കബീറിന് കൈമാറിയത് ആദിവാസി യുവാവ്. ചെരിഞ്ഞ ആനയുടെ കൊമ്പുകൾ ഊരിയെടുത്തു എന്നാണ് സംശയം. ആദിവാസി ഉന്നതിയിലെ യുവാവിനായി വ്യാപക തെരച്ചിൽ. നടക്കാനിരുന്നത് 20 ലക്ഷത്തിന്റെ കച്ചവടം എന്നാണ് സൂചന. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്? വലിയൊരു വിൽപ്പനയ്ക്ക് കളമൊരുങ്ങുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ വിപിൻ. റിജിത്ത്, ഇന്നലെയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ ചെന്നൈ, കൊച്ചി യൂണിറ്റുകൾ എടക്കരയിൽ ഒരു രഹസ്യ ഓപ്പറേഷൻ റെയ്ഡ് നടത്തിയത്. അതൊരു ഇലക്ട്രോണിക് കടയിൽ ആണ് റെയ്ഡ് നടത്തിയത്. അതിലാണ് 2 ആനക്കൊമ്പുകൾ പിടികൂടിയത്. ഈ 2 ആനക്കൊമ്പുകളിൽ നിന്നായി 8 അംഗ സംഘത്തെ പിടികൂടുകയുമായിരുന്നു. അതായത് വിൽപ്പനയ്ക്കും ഇതിൽ പങ്കാളികളായ ആളുകളെ ഉൾപ്പെടെയാണ് DRI സംഘം ഈ രഹസ്യ ഓപ്പറേഷനിലൂടെ പിടികൂടിയത്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ 2 ആനക്കൊമ്പുകൾ അത് കരുളായി ഉൾവനത്തിൽ ചെരിഞ്ഞ ആനയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കരുളായി ഉൾവനത്തിൽ നിന്ന് ആന ചെരിഞ്ഞു നിന്നും ഊരിയെടുത്ത ആനക്കൊമ്പുകളാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത് അവിടെ ഉണ്ടായിരുന്ന, അതായത് നെടുങ്കയം വനം സ്റ്റേഷന് ഉള്ളിലുള്ള ഒരു ആദിവാസി നഗറിലെ ഒരു യുവാവാണ് ഈ ആനക്കൊമ്പുകൾ എടുത്ത് ഈ കടയുടെ ഉടമയായിട്ടുള്ള മുഹമ്മദ് കബീറിന് കൈമാറുന്നത്. അങ്ങനെ കൈമാറിയതിന് ശേഷം ഏകദേശം 6 മാസമായി ഈ ഇലക്ട്രോണിക് കടയിൽ ഈ ആനക്കൊമ്പുകൾ സൂക്ഷിച്ചിരുന്നു. ഈ മുഹമ്മദ് കബീറിന്റെ മകനും അവിടെ ഉണ്ടായിരുന്ന ഒരു സെയിൽസ്മാനുമായിരുന്നു ഇതിന്റെ വിൽപ്പനയ്ക്കായി ചട്ടം കൂട്ടിയത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ ഒരു കച്ചവടമായിരുന്നു ഇവർ നടത്താനിരുന്നത് എന്നുള്ളതാണ് സൂചന. അങ്ങനെ തൃശൂർ സ്വദേശികൾക്ക് വിൽക്കാനായിരുന്നു ഒരു ധാരണയുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടനിലക്കാരായി നിന്ന ആളുകൾ ഇത് സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഈ ഒരു ആനക്കൊമ്പുകൾ വിൽപ്പനയ്ക്ക് എന്നുള്ള രീതിക്ക് ഒരു പരസ്യമിട്ടു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങ് ആ ഒരു പരസ്യത്തിൻ്റെ കാര്യങ്ങൾ DRIയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ രഹസ്യമായി കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അങ്ങനെയാണ് റെയ്ഡ് നടത്തുകയും ഈ 8 അംഗ സംഘത്തെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഈ ആനക്കൊമ്പുകൾ മുഹമ്മദ് കബീറിന് കൈമാറിയ ആദിവാസി യുവാവിനായി ഇപ്പോൾ വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത്. 2 ആനക്കൊമ്പുകളുമായി 31 കിലോ വരുന്ന 2 ആനക്കൊമ്പുകളാണ് ഇന്നലെ പിടികൂടുകയും ചെയ്തത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്.